ഈ പൊഴിയൂർ ദേശം മുഴുവനായിട്ടും അന്ന് മരണത്തിന് തുല്യമായിട്ടാണ് ഈ മേഖല കടന്നുപോയത്. ദുരന്തം സംഭവിച്ചത് 2017 നവംബർ മാസം 29-ാം തീയതി രാത്രിയാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. കാറ്റ് ചുഴലിക്കാറ്റാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ ഇങ്ങനൊരു കാറ്റ് വരാൻ പോകുന്നു എന്ന വിവരം അറിയിപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികം മത്സ്യബന്ധനത്തിന് പോകുന്നത് പോലെ ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം മത്സ്യബന്ധനത്തിന് പോയി. പിന്നീടാണ് 30-ാം തീയതി രാവിലെയാണ് നാട്ടിലെ അതിശക്തമായ കാറ്റും മഴയും മരങ്ങൾ കടപുഴകി വീഴുകയും കറണ്ടുകൾ കട്ടാവുകയും അങ്ങനെ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് വാർത്തകളിലൂടെ അറിയുവാൻ സാധിച്ചത് ആഴക്കടലിൽ വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും സംഭവിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നത്. അന്ന് രാവിലെ ഞാൻ പണിക്ക് പോയിരുന്നു. ഈ കാറ്റിൻ്റെ കോളാറ് കണ്ടിട്ട് രാവിലെ തന്നെ കരയ്ക്കൊണ്ട് പിടിച്ച്, അതിനുശേഷം ഒരു 8 മണിയാകുമ്പോൾ കടലിൽ കിടന്നവരെല്ലാവരെയും കടലിലോട്ട് കൊണ്ടുപോയി, ഉള്ളിലോട്ട്. അതിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അപകടം പറ്റി, കുറച്ച് ആൾക്കാർ കരയ്ക്ക് വന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കടപ്പുറത്ത്. കരയ്ക്ക് വന്നവരെയും ഉള്ളിലോട്ട് കൊണ്ടുപോയി കടൽ. എനിക്കതൊന്നും അപകടമൊന്നും പറ്റിയില്ല. ഞാൻ 8 മണിക്ക് മുമ്പ് കര എത്തി. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു ആ സമയത്ത്. ഹോളിയുടെ സമയത്ത് ഞങ്ങൾ പഠിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കൂടുതൽ ക്രിസ്ത്യൻസ് അല്ലേ ഞങ്ങള്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടി ഞങ്ങള് ആഡംബരമായിട്ടൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഓഗിയിലേക്ക് നമ്മുടെ ഇപ്പൊ പള്ളിയിൽ നടക്കുന്ന ക്രിസ്തുരായന്റെ തിരുനാളോട് കൂടിയാണ് പിന്നെ ഇവര് കുറച്ചുപേര് ആ തിരുനാളിന്റെ പൂജയ്ക്ക് കാണാതെയൊക്കെ കടൽ മത്സ്യത്തൊഴിലാളികളില്ലേ വീട്ടുപട്ടണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയവരാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും കുറച്ച് ആൾക്കാര് കടലിലാവും. ഓഗി ദുരന്തം ഈ പൊഴിയൂർ ദേശത്തു നിന്ന് 12 ജീവനുകളെയാണ് കവർന്നെടുത്തത്. തീരദേശ ഗ്രാമമായ സൗത്ത് കൊല്ലങ്കോട് ഇടവകയിൽ നിന്നും 2 സഹോദരന്മാരും പരുത്തിയൂർ ഇടവകയിൽ നിന്നും 10 സഹോദരന്മാരുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ ഒരു മാമൻ, മറ്റ് എൻ്റെ ഒരു കൊച്ചച്ഛൻ, അങ്ങനെ 3 പേരാണ് എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ദുരന്തത്തിന് ഇരയായത്. ഇന്ന് ഈ നിമിഷം വരെ ഈ പൊഴിയൂർ ദേശത്തുനിന്ന് പരുത്തിയൂർ ഇടവകയിലെ 10 സഹോദരങ്ങളുടെയും മൃതദേഹം ലഭിച്ചിട്ടില്ല. വാഗി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളു. അപ്പൊ ഞങ്ങൾക്ക് വാഗി വരണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിടാം. അവിടെ എല്ലാം വാഗി എടുത്തെന്ന്, ആൾക്കാരെല്ലാം കടലിൽ പോയെന്ന്. ആ ധീരസ്ഥലത്തിൽ ഞങ്ങളെ വന്ന് ഇരട്ടിയപ്പം കടൽ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കണ്. കടൽ വന്ന് മേലോട്ടാണ് ഇങ്ങനെ വരുന്നു, വന്ന് തിര അടിച്ച് ഇവിടെയായിരുന്നു. ഞങ്ങളെ വീട്, ഞങ്ങളെ പരിസരം വെറും വെള്ളം. വാഗി വന്ന് ഈ കല്ല് ഇതെല്ലാത്തിനെയും അടിച്ച് പിരട്ടി അങ്ങ് കൊണ്ടുപോയി. അപ്പം വ്യാലി കയറെ അതിനുശേഷം ആരും ഒരിടവും പോയില്ല, ഇവിടെ തന്നെ കിടന്നു. അപ്പൊ അങ്ങനെയാണ് ഈ വീടൊക്കെ എല്ലാം പൊഴിഞ്ഞു അവരൊക്കെ എല്ലാം വാടകച്ച് പോയി. അപ്പൊ നമ്മളിവിടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ ഉണ്ടായിരുന്നാലും വെള്ളം അടിച്ച് കയറിയാലും ഇതാ കഥവെല്ലാം
അങ്ങനെയാണ് കിടക്കണത്. ഈ ദുരന്തം സംഭവിച്ച് ഞങ്ങളുടെ ആളുകൾ നഷ്ടമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത് ഏകദേശം പൊഴിയൂർ ദേശം ഉണരുന്നത് ഡിസംബർ 5-ാം തീയതിക്ക് ശേഷമാണ്. നവംബർ 30-ാം തീയതി 2017 നവംബർ 30-നാണ് ഈ രാവിലെയാണ് ഈ കരയിൽ ഇതിൻ്റെ ആഘാതം ഏറ്റത്. അപ്പോൾ ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നവരാണ് പറഞ്ഞത് കടലിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതിൽ കുറേ പേര് പരിക്കോട് കൂടി വന്നവരുണ്ട്. പിന്നെ ജീവൻ നോട് മല്ലിട്ട് മരണത്തിൻ്റെ നിഴൽ കണ്ടിട്ട് തിരിച്ചു വന്നവരുണ്ട്. ആ മേഖലകളിലൂടെ ഈ സഹോദരങ്ങൾ കരയ്ക്കെത്തിയപ്പോഴാണ് ആഴക്കടലിൽ പോയവരുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ന്യൂസുകളിലൂടെയാണ് കൂടുതലും നമുക്ക് അറിയുവാൻ സാധിച്ചത്. പിന്നെ അപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടത്താനായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അവരത് അംഗീകരിക്കുന്ന രീതിയിലല്ല. അപ്പോഴാണ് ഈ പൊഴിയൂർ ദേശം ഒന്നടങ്കം ഏകദേശം 5000-ത്തിലധികം കുടുംബങ്ങളാണ്, തീരദേശ കുടുംബങ്ങൾ 5000-ത്തിലധികം കുടുംബങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര ഹൈവേ ഉപരോധിക്കുകയും ഡിസംബർ 7-ാം തീയതി അങ്ങനെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കപ്പലുകളിൽ തിരച്ചിൽ നടത്താൻ നടപടി സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ സഹോദരങ്ങൾ എവിടെ ജോലി ചെയ്യും എന്നത് കൃത്യമായി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളാണ് സർക്കാരിനൊപ്പം കടലിലോട്ട് നേവിയുടെ ഒപ്പം പോയത്. അവർ കറക്റ്റായിട്ടുള്ള പൊസിഷനും അവരുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും അടിച്ചു പോയപ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിൽ നിന്ന് പോയവരുടെ വഞ്ചികൾ വലയടക്കം എല്ലാ ഉപജീവന യാനങ്ങളടക്കം മൊത്തവും കടലിൽ കമന്ന് അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ പോയവർക്ക് കാണാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. 7 ദിവസം പിന്നിട്ടു. എന്നിട്ട് ഈ 8-ാം ദിവസം ആകുമ്പോഴാണ് 2 മൃതദേഹം പൊഴിയൂരാണെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നു, തിരിച്ചറിയാൻ സാധിക്കുന്നത്. ബാലൻസ് പരുത്തിയുടെ വകയിലെ 10 എണ്ണവും നാളിതുവരെ തിരികെ കിട്ടാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓഗിയുടെ സമയത്ത് ഞാൻ തട്ടുമടിയാണ് പണിക്ക് പോയത്. തട്ടുമടി പണിക്ക് പോയപ്പോൾ ഓഗിയുടെ തലേന്നാണിത്. രാത്രി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ വള്ളം ഉള്ള ഇട്ടിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കുറച്ച് 11 മണി ആയപ്പോൾ 10 മണി കഴിഞ്ഞതിന് ശേഷം ഈ തട്ടുമടിക്കാരൻ വന്നിട്ട് എന്നെ വിളിച്ച് എന്തെന്ന് ചോദിച്ചപ്പോൾ വലിയ കോളും ചാലി എടുക്കണമെന്ന് വള്ളം വിഴിഞ്ഞത്ത് ഓടിക്കറണമെന്ന്. അങ്ങനെ ഞാൻ നീന്തി പോയി കുക്ക് ചെയ്തിരുന്ന വള്ളത്തിൽ ആങ്കറൊക്കെ വലിച്ച് എടുത്തിട്ട് വിഴിഞ്ഞത്ത് ഓടിപ്പോയി. വിഴിഞ്ഞത്ത് ഓടിപ്പോകാൻ പറ്റൂല, ഓടാൻ പറ്റൂല, വെള്ളം അത്രയ്ക്ക് വലിയ കാറ്റും മഴയാണ്. എങ്ങനെയാണ് കഷ്ടപ്പെട്ട് അവിടെ വിഴിഞ്ഞത്ത് കൊണ്ട് ഹുക്ക് ചെയ്തു. ഇവിടെ കിടക്കാൻ ഇട്ടിരിക്കാൻ പറ്റില്ല, ഇട്ടിരുന്നാൽ വെള്ളം താരും, വെള്ളം കമരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിഴിഞ്ഞത്തോട്ട് കൊണ്ട് ഹുക്ക് ചെയ്തത്. തട്ടുമടിക്കാരൻ പറഞ്ഞത് അളയാൻ അവിടെ പോയി എത്തുമ്പോൾ ഞാൻ ഓട്ടോയും കൊണ്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. തിരിച്ച് ഓട്ടോനെ വരാൻ കണ്ടില്ല. ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോൾ ഓട്ടോ ഓടി വരാനുള്ള വഴിയില്ല. എല്ലാ റോഡുകളിലും മരങ്ങളൊക്കെ മുറിഞ്ഞ് വീണ് മരങ്ങൾ കാരണം ഓട്ടോ ഓടി അങ്ങ് വരാനുള്ള ഇതില്ലാതെ അവിടെ ഞാൻ തണുത്ത് ചൂര പിടയ്ക്കുന്ന പോലെ പിടയ്ക്കുകയാണ്. അതായത് ഒരുമാതിരി കാറ്റും മഴയൊക്കെ എനിക്ക് കൊണ്ടുവരുന്ന ശരീരത്തിന് ഒന്നും ഏൽക്കൂല. അങ്ങനെ ഞാൻ ഈ ചൂര മീൻ പിടയ്ക്കുന്ന പോലെ പിടച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഈ തണുപ്പ് മാറണം, ഞാൻ ഒറ്റ തോർത്ത് നിൽക്കറേ ഉള്ളൂ. അങ്ങനെ ഈ തണുപ്പത്ത് നിൽക്കായിരുന്നു. നിന്നപ്പോൾ ഈ ഗൾഫിലെ ബ്രാൻഡി കൊണ്ട് കുടിക്കുകയാണ് ആൾക്കാർ. അങ്ങനെ ഞാൻ അടുക്ക പോയിട്ട് ഞാൻ അടുക്ക പോയപ്പോഴായിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, വള്ളം കൊണ്ടുവന്ന് ഓട്ടോ വരാൻ സമയം റോഡ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഒരു പക്ക് സാധനം ഒഴിച്ചെന്ന് അത് കുടിച്ചാണ് എൻ്റെ തണുപ്പ് മാറിയത്. 11 മണിക്ക് പോയ ഞാൻ തിരിച്ച്
ഓട്ടോ അവിടെ വന്നെത്തിയപ്പോൾ 4 മണിയായി. ഈ 4 മണി വരെയും മഴയും കാറ്റും കൊണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഓട്ടോ വന്ന് ഞാൻ കയറി നാട്ടിലെത്തി. ഈ ഓഗി എന്ന് പറയുന്ന കാറ്റ് വരുന്നതിന് മുമ്പിൽ ഒരു അറിയിപ്പോ ഒന്നും ഇല്ല. കാറ്റ് വരുന്നു അങ്ങനെയാണ് മൊബൈലിൽ നെറ്റ് വഴിയായിട്ട് അങ്ങനെ വിടുന്നതോ ഒന്നുമില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഓഗി വന്നതിന് ശേഷമാണ്, വന്നിട്ട് പോയതിന് ശേഷമാണ് ഈ കാറ്റ് വരുന്നതും ആ കാറ്റിനൊരു പേര് വയ്ക്കുന്നതും എല്ലാം. എൻ്റെ അച്ഛൻ പോയിരുന്ന യാനം, ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന യാനങ്ങും കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് പുതിയതായി 10-16 ലക്ഷം രൂപ മുടക്കി പുതിയതായിട്ട് കടലിലോട്ട് ഇറക്കി 1 മാസങ്ങൾക്കുള്ളിലാണ് ഈ ദുരന്തം സംഭവിച്ച് അതും പരിപൂർണമായി നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ഞാൻ കടലിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 40 കൊല്ലം കഴിഞ്ഞു. എനിക്കിപ്പോ 61 വയസ്സാകാൻ പോകും. ഇപ്പോഴും കടലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ. വർഷകാലം പണ്ട് നമ്മുടെ മൂപ്പരാന്മാരൊക്കെ പറയും, അച്ഛന്മാര്, നമ്മുടെ അച്ഛന്റെ അച്ഛന്മാരൊക്കെ പറയും, ഇത് മക്കളെ വർഷകാലമാണ്, അത് ആ മാസങ്ങളിലാണ് വരുന്നത്, വർഷത്തിന് മാസം മാത്രമേ അത് വരത്തുള്ളൂ, അപ്പൊ മാത്രമേ ഞങ്ങള് പിന്നെ കടലിൽ പോവാതെ ഞങ്ങൾ ആ സമയത്ത് കരയ്ക്കുകയും. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഞങ്ങള് ഇതിനെ അറിയാതെ ഞങ്ങൾ കടലിൽ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഇവർക്ക് ഈ കാറ്റും ഇതൊക്കെ എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ കുടുങ്ങുന്നത്. കടൽ കോപത്തില് അവിടെയാണ് ഞങ്ങൾ ഇത്രയും തളർച്ച ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത് കൂടുതൽ. ഇപ്പൊ കോവിഡിന് മുമ്പ് പിന്നെ ഇതുണ്ടായിരുന്നു, സുനാമി ഉണ്ടായിരുന്നു. ആ സുനാമിക്ക് ശേഷമാണ് ഈ കടല് കോപങ്ങളും ഈ അന്തരീക്ഷനൊക്കെ മാറി അതൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഓവി പിന്നെ വീണ്ടും ഉണ്ടായി. ഈ വീണ്ടും ഓവി ഉണ്ടായിട്ടാണ് ഈ കാറ്റുകളൊന്നും കുറയാനുള്ള സാധ്യത ഇപ്പൊ ഇല്ല. എപ്പോഴും അടിക്കടി കാറ്റ്, പിന്നെ മറ്റേ അതായത് പുയല്, കടൽ കോപങ്ങള്, പിന്നെ കടൽ മണ്ണിളിപ്പുകള്, ഇങ്ങനെയൊക്കെ പല ദുരിതങ്ങളിൽ ഇപ്പൊ കടൽക്കൂടെ സംഭവിക്കുന്നു. കാറ്റും കീത്തും അന്തോപ്പ് കുറവാണ്. വർഷകാലം മാത്രം ഉണ്ടാവും കാത്ത്. ഇപ്പം ഇന്നെ ഓവിയും കീയും കൂടുതലായിട്ട് ഉണ്ടാവണം, മാറ്റമില്ല. കടലുണ്ട്, കടല് നല്ല കടലുള്ളൂ. അതെ, കടല് കൂടുതലാണ്. നേരത്തെ ഓവിക്ക് മുമ്പിൽ ഈ ഒരു നല്ല ദൂരത്തിൽ അങ്ങോട്ട് കിടന്ന ഒരു 2-3 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ അപ്പുറത്താണ് കിടന്നത് കടൽ. ഈ ഓഗിക്ക് ശേഷമാണ്, ഓഗി വന്നതിന് ശേഷമാണ് ഈ കടല് ഇതാ ഇവിടെ കിടന്നത്. അതാണ്ട് അങ്ങ് വരെ വന്നു, ഇതാണ്ട് അവിടെ തൂണ് കാണുന്നുണ്ട്. ഇതെല്ലാം മൊത്തം വീണു, ഇതെല്ലാം തറയാണ്. ഇത് അങ്ങ് വരെ ഇരുന്ന സാധനമാണ്. ഓഗി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്ക് ഈ സൈഡിൽ ഇവിടെ കെട്ടി, അതെല്ലാം കടല് എടുത്തോണ്ട് പോയി. ഈ പാർക്കിൻ്റെ ഭാഗമായിട്ട് പിള്ളേർ കളിക്കാനുള്ളത്, വലിയ ആൾക്കാർ കളിക്കാനുള്ളത്, പിന്നെ ഇവിടെ എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. മറ്റേ ടോയ്ലറ്റ്, കംപ്ലീറ്റ് റൂമുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പാർക്കും ഈ പൂക്കളും മരങ്ങളും എല്ലാം ഈ മണ്ണിൻ്റെ അടിയിൽ പോയി. പിന്നെ ഈ ഇപ്പോഴത്തെ കടലും കാര്യങ്ങളും വന്നപ്പോൾ മൊത്തം എല്ലാം അത് പൊളിഞ്ഞു. ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞു പോയി. പിന്നെ അവിടെ മീൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ കടൽ കയറി എല്ലാം പോയതുകൊണ്ട് ഇപ്പോൾ ആരും ഇവിടെ വരാൻ ചെയ്യുന്നില്ല. ഈ കല്ലുകളെല്ലാം ഇതൊക്കെ എല്ലാം പാർക്ക് പിള്ളേർ കളിക്കുന്ന സാധനങ്ങളാണ്, എല്ലാം അടിയിൽ മണ്ണിൻ്റെ അടിയിൽ. പേടിയാണ്. ഇവിടെ ഹാർബർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ വയസ്സായ ആൾക്കാരെല്ലാം ഇവിടെ വന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഹാർബർ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക്
അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്ത ആർബർ പോലെ അവർ നമ്മളെ വിരട്ടി അടിക്കുന്നു. നമ്മൾ പണിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ നമുക്കൊരു സംവിധാനമോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യമോ ഒന്നുമില്ല. അതിന് ഓഗിക്ക് ദേശം തന്നെ ഈ പണിയും കുറഞ്ഞു, ഒരു ജീവിതം ഇല്ല. അതിന് ശേഷം തന്നെ ഇത് കൂടിയത്, ഭയങ്കര കാറ്റും ഭയങ്കര ഇതും. കാറ്റ് കൊണ്ട് വരുമാനം കുറച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജീവിതം ഒന്നും ഇല്ല. ഞങ്ങളുടെ ഈ കടലിൽ നിന്ന് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് തിന്നാൻ പറ്റും. ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. പാവങ്ങളാണ് ഞങ്ങള്. നിലവിൽ ഒരു മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് കേരള സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 7 വർഷം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികം ഒരു വ്യക്തി കാണാതായാൽ അയാൾ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിക്കണമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഇന്ന് വരുന്ന 30 8 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ എങ്കിലും ഇന്ന് മരണ സർട്ടിഫിക്കറ്റിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഈ മൃതദേഹം ലഭിക്കാത്ത ജീവനുകൾ നഷ്ടപ്പെട്ടു പോയ കുടുംബം കടന്നു പോകുന്നത്. അന്ന് ഒത്തിരിയേറെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. സർക്കാർ ജോലി തരാം, സർക്കാർ വായ്പകളെല്ലാം ഇളവുകൾ ചെയ്യും, വിദ്യാഭ്യാസം എല്ലാം സർക്കാർ ഏറ്റെടുക്കും, ചികിത്സ സർക്കാർ ഏറ്റെടുക്കും എന്നത്. അതിലിന്നും നിറവേറാതെ നിൽക്കുന്നത് ഈ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്ന കാര്യമാണ്. ഇന്നും 90-ലധികം ആളുകൾക്ക്, ആശ്രിതർക്ക്, മക്കൾക്കോ അല്ലാതെ ഭാര്യമാർക്കോ ഇന്നും ജോലി കിട്ടാതെ യാതന അനുഭവിക്കുന്ന കുടുംബങ്ങൾ നിരവധിയാണ്. ഈ ഓകയിൽപ്പെട്ട ആൾക്കാർ മരണമടഞ്ഞ് അവർക്ക് 50 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്താലും അവർക്ക് തികയത്തില്ല. അവർ മനുഷ്യന്മാരുണ്ടെങ്കിൽ തന്നെ അവരെ മക്കളെയും ഭാര്യനെ വളർത്താൻ പറ്റുള്ളൂ. എന്റെ സഹോദരൻ പണിക്ക് ഓയിലാണ് പോയത്, സഹോദരനും മരുമോനും. മറിച്ച ആളുകൾക്ക് കിട്ടി, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിഫലവും ഇല്ല. നമുക്ക് സർക്കാരിന് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 10 രൂപയുടെ ആനുകൂല്യം പോലും ഞങ്ങൾക്കൊക്കെ തന്നിട്ടില്ല. അതായത് ഈ ദുരന്തം 17-ൽ സംഭവിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ സർക്കാർ ഉണർന്നത്. അപ്പോൾ ചെറിയ കാറ്റായാലും വലിയ കാറ്റായാലും ഉടനെ തന്നെ തീരദേശത്തെ ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. അത് അവരുടെ ദൗത്യമാണ്, അതവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 150 ദിവസം പോലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുവാനുള്ള അവസരം ഇന്ന് ലഭിക്കുന്നില്ല. അതാണ് യഥാർത്ഥ നിജസ്ഥിതി. ബാക്കി ദിവസങ്ങളെല്ലാം 200-ലധികം ദിവസങ്ങളും, ഒരു വർഷത്തിൽ 200-ലധികം ദിവസങ്ങളും പ്രകൃതിദത്തമായ തടസ്സങ്ങളാലും കാറ്റുകളാലും ചുഴലിക്കാറ്റുകളാലും തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് തീരദേശം മുഴുവനും, പൊഴിയൂരെന്നല്ല കംപ്ലീറ്റ് തീരദേശവും ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ മത്സ്യം പിടിക്കാൻ പോകണ്ട എന്ന് പറയും. ഇപ്പോൾ വാർത്തയിൽ ഇതിലൊക്കെ പറയുമല്ലോ. പറയുന്ന സമയത്ത് നമുക്ക് ഒരു ആനുകൂല്യവും നമുക്ക് തന്നിട്ടില്ല. അവർ പണിക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പണിക്ക് പോകണില്ല. പോകാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ആഹാരം വേവിക്കണമല്ലോ. ആഹാരം വേവിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാശ് വേണമല്ലോ. ഇപ്പോഴും ഏതെങ്കിലും കാറ്റോ ചേലോ കോളോ വരികയാണെങ്കിൽ അവർ വാർത്തയിൽ പറയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. നമ്മൾ അപ്പോഴും ഈ പണിക്ക് പോകാതെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടുപാടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ പോയി എന്തെങ്കിലും സംഭവിച്ചാലും ഗവൺമെൻറ് പറയണമെന്ന് വെച്ചാൽ പൈസ ഒന്നും തരാൻ പറ്റൂല. ഒരു അപകടം സംഭവിച്ചാൽ പോലും പൈസ ഒന്നും തരാൻ പറ്റില്ല. ഞങ്ങൾ വിലക്കിന് ശേഷമാണ് ഞങ്ങളെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും നിങ്ങളത് കേൾക്കാതെയാണ് പണിക്ക് പോയി ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും തരാൻ പറ്റില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടന്നിട്ട് പണിക്ക് പോകാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ
വരാൻ ശ്രമിക്കണം. അപ്പൊ ഈ കാറ്റ് വരുമ്പോഴത്തേക്കും ഇവര് അറിയിപ്പ് കൊടുക്കും, നിങ്ങൾ പണിക്ക് പോകരുത് എന്നാണ് പറയാറുള്ളത്. അപ്പോ പണിക്ക് പോകാതെ ഇരുന്നാൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി ആരുമില്ല. അത് ഞങ്ങൾ കടലിൽ കിടക്കുമ്പോൾ മാത്രം അവർ അറിയിക്കുന്നുണ്ട്. കാറ്റോ കാര്യങ്ങളോ വരുമ്പോൾ ഞങ്ങൾ കടലിൽ കിടക്കുമ്പോൾ മാത്രം അറിയിക്കും. അതിന് ശേഷം ഇവർ അറിയിക്കുമ്പോഴാണ് ഞങ്ങൾ ഉൾപ്പെടുന്നത്. അതിൽ ആ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും കരയ്ക്കൊന്ന് എത്തുന്നത്. ഇപ്പോഴാണ് അവര് പിന്നെ അറിയിപ്പൊക്കെ നമ്മൾ TV വഴിയും മൊബൈൽ വഴിയൊക്കെ ഇപ്പോഴാണ് അവർ അറിയിക്കുന്നത്. അറിയിക്കുമ്പോൾ ഞങ്ങള് അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ ഞങ്ങള് കരക്കിയിരിക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ആ കാറ്റും കോളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഞങ്ങൾ പഠിക്കുവാനൊക്കെ തുടങ്ങുന്നത്. നമ്മളൊക്കെ കടൽ പിടിക്കാറില്ലേ ഞങ്ങള്, നമ്മളൊക്കെ ക്ഷാമമാണ് ഞങ്ങൾക്ക്. ഈ ഒരു ദിവസം പണിക്ക് പോയാൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിന്ന് ഞങ്ങളുടെ വീട്ടിന്റെ അരി വാങ്ങിക്കാനൊക്കെ അവര് പറയുന്നു ജീവൻ ദൈവം എടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മക്കളെ വളർത്തണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറ്റ് വരുന്നെന്ന് പറയുന്നു, നെറ്റിൽ കൂടെ അറിഞ്ഞിട്ടും ആൾക്കാർ മക്കളെ വളർത്താൻ വേണ്ടി അവർ പോയിക്കൊണ്ടിരിക്കണം പണി. അന്ന് അറിയിപ്പില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ കടലിലായിപ്പോയത്. ഇപ്പം അറിയിപ്പ് കൊടുക്കുന്നതുകൊണ്ട് അത് കൊടുത്തിട്ടും അത് വകവയ്ക്കാതെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം കുടുംബത്തിലെ പട്ടിണി പോക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കടലിലിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആപത്ത് നേരിടേണ്ടി വരുമ്പോൾ അതിന് തക്കതായ രക്ഷാപ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോസ്റ്റൽ പോലീസ് എപ്പോഴും ഈ അറിയിപ്പ് വരുന്ന സമയങ്ങളിൽ ഈ തീരദേശം മുഴുവനും കോസ്റ്റൽ പോലീസിൻ്റെ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കടലിലായിരിക്കുന്നവർക്ക് കടൽ മാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൊടുക്കുന്നെന്നാണ് നമ്മൾ ന്യൂസ് വഴിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ വർഷകാലത്ത് ഞങ്ങൾ കോഴിക്കോട് ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ പണിക്ക് പോയി. പണിക്ക് ഷെമ്മീൻ മലയ്ക്കുള്ള പണിക്കാണ് ഞങ്ങൾ പോയത്. പോയപ്പോൾ വല വലിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കാറ്റിനെ കണ്ടിട്ട് ആങ്കരൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ല. കടലിന്റെ കോപങ്ങള് വീണ്ടും ആങ്കരന് വലിച്ചു. ഞങ്ങൾ അങ്ങനെ ഇച്ചിരി ഓടാൻ പറ്റൂല. ഞങ്ങൾ പിന്നെ അങ്ങനെ പിള്ള കരയ്ക്ക് വന്നിട്ട് 4 മണിയായപ്പോ ഞങ്ങൾ കരക്കയറിയില്ല. ആർക്കും കയറാൻ പറ്റൂല, അത്ര കടലടിയുള്ള സ്ഥലമാണ് ബേപ്പൂർ തുറമുഖം. പിന്നെ ഞങ്ങള് ആ സമയത്ത് ഞങ്ങള് പിന്നെ ആങ്കരിട്ട് ഞങ്ങൾ 7 ഭാഗം ഉണ്ടാവും ഉണ്ടായിരുന്നു. വീട്ടിലാണ് കാലത്തെ ഒരു 8 മണിയോടാണ് ഞങ്ങൾ കരയ്ക്ക് കയറിയത്. 2017 നവംബർ 30-നാണ് ഈ രാവിലെയാണ് ഈ കരയിൽ ഇതിൻ്റെ ആഘാതം ഏറ്റത്. ഇന്ന് വരുന്ന 30 8 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. ആ നവംബർ 30 മുതൽ ഏകദേശം ഈ ദുരന്തത്തിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ പരിപൂർണമായ കരകയറ്റം ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പൊ ഇതാ പറയുന്ന എത്ര അടിയിലെയോ കാറ്റ് ഇതൊക്കെ വരുന്നെന്ന് എങ്കിലും നമ്മൾ ഒരിടം പോകണില്ല. നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഇവിടെ കിടക്കുന്നു, ആണുങ്ങളെല്ലാം കടലിൽ കിടക്കുന്നു.